ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് കോഴിക്കോടൻ ദം ബിരിയാണി എങ്ങനെ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ ഉണ്ടാക്കാമെന്നാണ് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാർപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 10 കിലോ ബിരിയാണിയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഒറിജിനൽ കോഴിക്കോടൻ തനി ബിരിയാണിയാണ് ഇവിടെ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കുക. നമ്മൾ ആദ്യം തന്നെ നല്ല 1 കിലോ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നതാണ് കുറച്ച് തക്കോലം, ഗ്രാമ്പു, കറുവാപ്പട്ട, വേലീഫ്, കുരുമുളക്. ഇതാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒന്നാം തരം ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം പറഞ്ഞ ഈ കറുവാപ്പട്ട, തക്കോലം, ബേലീഫ്, കുറച്ച് ക്യാഷ്നട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു 1/2 കിലോ പച്ചമുളക് അരച്ചത്, 1/2 കിലോ വെളുത്തുള്ളി അരച്ചത്, 1/2 കിലോ ഇഞ്ചി അരച്ചത്, ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കൂടുതൽ വേണമെങ്കിൽ ഇത് ചേർക്കാവുന്നതാണ്. ഇത് തനി പച്ച മസാലയിലാണ് നമ്മൾ കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് തക്കാളി, സവോള. 1 കിലോ സവോളയ്ക്ക് 1/2 കിലോ തക്കാളിയാണ് ഇതിൽ ചേർക്കുന്നത്. ഇപ്പം ഞാൻ 5 കിലോ സവോള എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 3 കിലോ തക്കാളി ഇതും കൂടെ ഇട്ട് കൊടുക്കണം. തക്കാളിയുടെ ഒരു പുളിപ്പ് വേണം, അതുകൊണ്ട് തക്കാളി കുറയ്ക്കല്ലേ. നമ്മളിപ്പോൾ 5 കിലോ സവോളയും 3 കിലോ തക്കാളിയും കൂടെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്കിതിനെ നല്ലപോലെ ഇട്ട് വാട്ടണം. ഒരു മീഡിയം തീയിലിട്ട് ഒരു 1 മണിക്കൂറോ 1.25 മണിക്കൂർ ഇത് നല്ലപോലെ വാടണം. വാടിക്കഴിഞ്ഞ് ഏകദേശം ഈ പരുവത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കിലോ പുതിനയിലയും 1/2 കിലോ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കാം. ഗ്രേവി നല്ലപോലെ ഇളക്കിയിട്ട് ഈ പരുവത്തിലായി കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് ഒരു 200 ഗ്രാം മല്ലിപ്പൊടി, ഒരു 50 ഗ്രാം ചിക്കൻ മസാല, ഒരു 10 ഗ്രാം ഗരം മസാല, ഒരു 20 ഗ്രാം മുളക് പൊടി ഇട്ട് ഇത് നല്ലപോലെ ചൂടായി കഴിഞ്ഞ് നമുക്കിത് ആദ്യം നിർത്തിയിടാം. ഇനി നമുക്ക് ബിരിയാണി റൈസ് വറ്റിച്ചെടുക്കാം. അതിന് ഞാൻ ഒരു ചെമ്പെടുത്തിട്ടുണ്ട്. ചെമ്പിന് തീയിട്ട് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ 1 കിലോ സൺഫ്ലവർ ഓയിൽ ആദ്യം ഒഴിച്ചു കൊടുക്കണം. 10 കിലോ അരിക്ക് 1 കിലോ സൺഫ്ലവർ ഓയിൽ മതി. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കോലം 50 ഗ്രാം, ഗ്രാമ്പു 20 ഗ്രാം, കറുവാപ്പട്ട 10 ഗ്രാം, ഏലക്ക 5 ഗ്രാം, കുരുമുളക് 25 ഗ്രാം, പിന്നെ ക്യാഷ്നട്ട് 500 ഗ്രാം, ഉണക്കമുന്തിരി 500 ഗ്രാം, സവോള നമ്മൾ 1 കിലോ അരിഞ്ഞത്, ക്യാരറ്റ് 1 കിലോ അരിഞ്ഞത്. ഇത്രമാണ് നമുക്ക് ഇതിന് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയെടുക്കണം. നമ്മൾ 1 കിലോ അരിക്ക് 2 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. വറ്റിച്ചെടുക്കാൻ വേണ്ടി 1 കിലോ അരിക്ക് 2 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് വേഗത്തുമില്ല, വെള്ളം കൂടിപ്പോയ വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ഞാൻ നിങ്ങളോട് ഒന്നും കൂടെ പറയണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ബിരിയാണി വെക്കാൻ എടുത്തേക്കുന്ന അരി റോസ് കൈമയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു 250 ഗ്രാം മല്ലിയില, 250 ഗ്രാം പുതിനയില, പിന്നെ 1 കവർ തൈര്, 1 കവർ പാല്, ഇത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം. നമ്മളിതിൽ ഒരു എസൻസും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റും മണവും കിട്ടും ഈ മല്ലിയിലയും പുതിനയിലയും ഉള്ളതുകൊണ്ട്. ഒരു എസൻസോ നമ്മളതുകൊണ്ട് ഇതിൽ ചേർക്കുന്നില്ല. സാധാ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ റോസ് വാട്ടർ, പൈനാപ്പിൾ എസൻസ്, ബിരിയാണി എസൻസൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിന് നമുക്ക് ഒരു എസൻസും വേണ്ട. ഒറിജിനൽ കോഴിക്കോടൻ ദം ബിരിയാണിയാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഇത് തിള കയറി കഴിയുമ്പോൾ പിന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളത്തിൽ ആവശ്യത്തിനുണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇനിയും വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞു 1 കിലോ അരിക്ക് 2 ലിറ്റർ വെള്ളമാണെന്ന്. ഇപ്പം നമ്മൾ ഈ ബിരിയാണി റൈസ് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൊണ്ട് ഇത് നല്ലപോലെ തിളകേറും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്യുക. ഇതിപ്പോൾ 1 കിലോ ബിരിയാണിയാണ് നിങ്ങൾക്ക് വെക്കേണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളവും നമ്മൾ പറഞ്ഞ അളവിനുള്ള മസാലകളും എടുത്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ തിളകേറിയിട്ടുണ്ട്. റൈസ് ഈ പരുവത്തിലാകുമ്പോൾ നമുക്കിത് അടച്ച് വെക്കണം. ഒരു മൂട എടുത്ത് അടച്ച് വെച്ചിട്ട് അതിലേക്ക് ചെറിയ വെയിറ്റും കൂടെ വെച്ചാൽ മതി. ഇച്ചിരി വെള്ളം ഒരു തൊട്ടി വെച്ചാലും മതി. ഓവറായിട്ട് വറ്റിക്കാൻ നിൽക്കൽ. വറ്റിച്ച് കഴിഞ്ഞെങ്കിൽ റൈസ് അടിയിൽ പിടിക്കും. ഇനി നമുക്ക് കോഴി ബോലി എടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. 10 കിലോ ബിരിയാണിക്ക് 10 ചിക്കനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിനും കിടന്ന് നല്ലപോലെ തിളച്ച് വേകട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കുക. ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മളിതിൽ നെയ്യ് പോലും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഉപയോഗിക്കാം. നെയ്യ് പോലും വേണ്ട, അത്ര ടേസ്റ്റാണ് റോസ് കൈമയ്ക്ക്. അതിനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം. മൊത്തത്തിൽ ഇളക്കി കൊടുക്കണം. ഒന്നേ പിടിക്കാത്ത രീതിയിലാണ് ഈ റൈസ് നമ്മൾ കറക്റ്റ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ ഒറ്റ ഒരു റൈസും ഒന്നുപോലെ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടുവോ പിടിക്കുകയോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളോട് ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ബിരിയാണി മസാലയ്ക്ക് ചെറിയ പണിയും കൂടെ ഉണ്ട്. വീണ്ടും നമുക്ക് ആ വാട്ടി വെച്ചേക്കുന്ന മസാല അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ ബോയിൽ ചെയ്ത് വെച്ച ചിക്കൻ്റെ കുറച്ച് വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം ഗ്രേവി നമുക്ക് വേണമല്ലോ. ഓവർ വെള്ളം വേണ്ട. ഞാനിപ്പോൾ ഒരു 2 ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പുളിപ്പിന് വേണ്ടി ചെയ്യേണ്ടതാണ്. ഒരു 2 പാക്കറ്റ് തൈര് പൊട്ടിച്ചൊഴിക്കണം. ഞാൻ പറഞ്ഞു ഒറിജിനൽ കോഴിക്കോടൻ ബിരിയാണിയാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. നിങ്ങൾ കോഴിക്കോട് പോകുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ബിരിയാണിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാനുള്ളൂ. ബിരിയാണികളുടെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. തലശ്ശേരി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. പിന്നെ കോട്ടൺ സ്റ്റൈൽ ബിരിയാണി. ഇതൊക്കെ ഞാൻ കുറച്ച് വീഡിയോ എൻ്റെ മുൻ ചാനലുകളിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യുവാണെങ്കിൽ ആ ഐറ്റം ബിരിയാണിയൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മസാല നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ ആ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പൊടിഞ്ഞു പോകല്ല്. ചിക്കൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. ഓവറായിട്ട് വെന്ത് പോകല്ല്. വെന്താൽ മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ഇളക്കി കൊടുത്താൽ ഈ ചിക്കനിലോട്ട് ഇതിൻ്റെ മസാലയൊക്കെ ശരിക്ക് പിടിക്കും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങളുടെ വിജയം. ഇപ്പോൾ നമ്മുടെ ഈ ബിരിയാണിയുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ദം അടിക്കണം. അതിന് വേറൊരു ചെമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ചിക്കനെല്ലാം ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിരത്തി അങ്ങ് കൊടുക്കണം. നമ്മൾ ഫുൾ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 1 കിലോ അരിക്ക് 1 കോഴിയാണ് കണക്ക്. അപ്പോൾ 10 കിലോ അരിക്ക് 10 കോഴി. നിങ്ങളിപ്പം 1 കിലോയോ 2 കിലോയോ എടുക്കുകയാണെങ്കിൽ അതിന് 1-2 കോഴി മതി. 1 കിലോ ബിരിയാണി നമുക്ക് 7 പേർക്ക് സർവീസ് ചെയ്യാം. ഇപ്പം നമ്മുടെ കോഴിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഈ വറ്റിച്ച് വെച്ചേക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചിലർ ഈ കോഴിക്കോടൻ ബിരിയാണി വെക്കുമ്പം പകുതി ചിക്കൻ ബോയിലായി കഴിഞ്ഞാൽ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ റൈസ് കുഴഞ്ഞു പോകും, ചിലത് ചൂട്ടി പിടിച്ചു പോകും. ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
നമ്മുടെ റൈസ് കട്ട പിടിക്കുകയോ ഒന്നൊന്നേ പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കണ്ടില്ലേ, നല്ല പൂ പോലെ ഉള്ള റൈസാണ്. അതുപോലെ ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ പിള്ളേർക്കും അല്ലെ മുതിർന്നവർക്കും ഇത് വെച്ച് കൊടുക്കുക. അത്ര ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ഇത് മുഴുവൻ നമ്മൾ ഇതിൻ്റെ മണ്ടയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത്രയും പരിപാടിയുള്ളൂ. ഒരു ഒന്നാം തരം കോഴിക്കോട് ബിരിയാണി നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് റെഡിയാക്കാം. നിങ്ങൾക്ക് വീടുകളിലൊക്കെ 1 മണിക്കൂർ അടുത്തെടുക്കും. അന്നേലും അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഒരു അടപ്പെടുത്ത് അടച്ച് വെക്കണം. വേണമെങ്കിൽ അടച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ച് ചിരട്ടയും കൂടെ അതിൻ്റെ മണ്ട കത്തിച്ചിടാം. ഞാൻ ചിരട്ടയൊന്നും കത്തിച്ചിടുന്നില്ല, ഒരു വെയിറ്റ് വെക്കുന്നുണ്ട് ഒരു 10 മിനിറ്റ് കൂടെ. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്കിത് സർവീസ് ചെയ്യാവുന്നതാണ്. ഞാൻ സർവീസ് ചെയ്യുന്ന രീതിയും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഈ റൈസ് മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഈ റൈസ് ഇങ്ങനെ ഇളക്കി മണ്ടയിലോട്ട് ആദ്യത്തെ ഇടണം. ഇപ്പം ഒരു ലെവൽ ഈ ലെയർ വരുമ്പോൾ കറക്റ്റ് ചിക്കൻ 2 പീസ് ഇടുക, പിന്നെ കുറച്ച് മസാല ഇടുക, പിന്നെ മണ്ടയിലെ റൈസ് ഇടുക. അങ്ങനെ നമ്മുടെ ഒരു കോഴിക്കോടൻ ബിരിയാണി സിമ്പിളായിട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ, അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. അന്നപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ അടുത്തത് കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നമ്മൾ വീഡിയോയിൽ ഒരു വെറൈറ്റി ഫ്രൈഡ് റൈസാണ് റെഡിയാക്കുന്നത്. തായ് ഫ്രൈഡ് റൈസ് എങ്ങനെ റെഡിയാക്കാമെന്നാണ് അടുത്ത എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.